സുഹൃത്തുക്കളെ, നമ്മളെ ഇസ്രായേലിൻ്റെ ഭരണകൂടവും അതേമാതിരി തന്നെ ഇസ്രായേലത്തെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ഒക്കെ വല്ലാത്തൊരു ഭീതിയിലാണ് പൊക്കുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അതാണ്. കാരണം എന്താ വെച്ചാൽ ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ, കാരണം യുദ്ധത്തിലേക്ക് നീങ്ങും ചെയ്തു, ഇപ്പോൾ തുടങ്ങി കുടുങ്ങിയ അവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഓൽക്ക് അത്രയും വലിയ പിടിച്ചെടുക്കാൻ പറ്റാത്ത വലിയ ഭീഷണിയാണ് ഓൽക്ക് നേരെ ഇന്ത്യൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഭീഷണിയാണ് എങ്ങനെ അഭിമുഖീകരിക്കും, അതിനെങ്ങനെ മറികടക്കും എന്നുള്ള തീവ്രമായിട്ടുള്ള ചർച്ചകൾ പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രീതിയിലാണ് അദ്ദേഹം ഞെട്ടി എങ്ങനെയാണ് കാര്യങ്ങളിനെ കൈകാര്യം ചെയ്യാന്നുള്ള അവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ നിലനിൽപ്പ് തന്നെ, ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നിലനിൽപ്പ് തന്നെ അവതാളത്തിലാവുന്ന രീതിയിലുള്ള കടുത്ത നിലപാടിലേക്ക് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, CPM അതേപോലെ തന്നെ അതിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബേബി പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഒലിക്ക് കിട്ടിയിട്ടുള്ള വിവരം. മൊസാദും അതേപോലെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളും കൃത്യമായിട്ട് പെടുന്നുള്ള വിവരങ്ങൾ അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും വ്യക്തിപരമായി തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലിലെ ജനങ്ങളാകെ ഭീതിയിലാണ്, അമേരിക്കയിലെ ജനങ്ങളാകെ ഭീതിയിലാണ്. കാരണം ഇവർ ഇനിയിപ്പോൾ എന്താ തീരുമാനം എടുക്കുന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് കാരണം എന്താ വെച്ചാൽ ഇവരെ കാടന്മാരാണ്, ഭീകരന്മാരാണ്, വേട്ടക്കാരാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇസ്രായേലിനെ നിലക്ക് നിർത്തണം എന്നുള്ളത് പിണറായി വിജയൻ പറഞ്ഞിരിക്കണം. മുപ്പര ഉഗ്രശാസനയാണത്. അത് മാത്രമല്ല MABB പറഞ്ഞത് ഇസ്രായേലിനെ എതിരായ നിലപാട് ഇന്ത്യ സർക്കാർ എടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പാഠം പഠിപ്പിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇയാൾ നിൽക്കുന്നത്, MABB. നിങ്ങൾക്കറിയാം, എന്നെ കുറച്ച് ദിവസം മുമ്പാണ് മുമ്പര് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ മുമ്പൊന്ന് ശാസനം കൊടുത്തത്. ഒരു PB കൂടി CC കൂടി ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടുള്ള ഉചിതമായ തീരുമാനം എടുക്കും. കാരണം ചിലപ്പോൾ ഇവർക്ക് ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. കാരണം US സെനറ്റിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവരാൻ, കാരണം ഇവർക്ക് അവിടെ പ്രതീതികളുണ്ട്, കാരണം CPM അപ്പോൾ ഓല വെച്ച് കാരണം അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് തന്നെ ട്രംപ് പിന്നെ കാല് പിടിച്ച് വഴങ്ങിയിട്ടാണ് ഓല ഇന്ന് പിൻവാങ്ങിയത്. ഇപ്പോഴുള്ള സ്ഥിതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വല്ലാതെ കളിച്ചാൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പോലെ റെഡ് വോൾഡേഴ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ, സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം, പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാണ്ട് പോണ ടീമുണ്ടല്ലോ, ഒരു കാക്കി പാൻറ്റും പിന്നെ ചുവന്ന ഷർട്ട് ഇട്ടുകാണ്ട് ഐറ്റങ്ങളാണ് ഈ റെഡ് വോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓലടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ റെഡ് വോൾഡേഴ്സിനെ പറഞ്ഞേക്കാനാണ്. മാത്രമല്ല നമ്മളെ PJ രാജൻ്റെ PJ ആർമിയും അതിനോടൊപ്പം പോകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് തുണി കുപ്പായം മേടിച്ചു കൊടുക്കണം എന്നാണ്. PJ ആർമിക്ക് യൂണിഫോം ഇല്ല. അപ്പോൾ റെഡ് വോളണ്ടിയേഴ്സിനുള്ള യൂണിഫോമിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ 2 ജോഡിയുള്ളവർ 1 ജോഡി ഇതിന് കൊടുക്കാനുള്ള തീരുമാനമാണ്. ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് ഓല എത്തിക്കണമെന്നുള്ള മനസ്സിലാവണേ. ഓലെന്താ വെച്ചാൽ ഇവരൊപ്പം ഇറാൻ സൈന്യത്തിനൊപ്പം ചേർന്നുകൊണ്ട്, റവല്യൂഷണറി ഗാർഡിനോടൊപ്പം ചേർന്നുകൊണ്ട്, രണ്ടും ഇത് റെഡ് ആർമിയാണ്, റെഡ് വോളണ്ടിയേഴ്സാണ്. പിന്നെ PJ ആർമി ഉണ്ട്. ഒരു 2 കൂട്ടരും കൂടി പോയിക്കാണ്ട് മറ്റോലൊപ്പം കൂടിക്കാണ്ട് ഇസ്രായേലിനെ ശരിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞു, ഇസ്രായേലിൻ്റെ കഥ കഴിഞ്ഞു, അതിൽ ഒരു സംശയമില്ല. അതേമാതിരി തന്നെ ചിന്താ ജെറോമിൻ്റെ നേതൃത്വത്തിൽ ഇവർ DYFIക്കാരെ ഇപ്പം സൈനികർക്ക് കൃത്യമായിട്ട് ഭക്ഷണം എത്തിക്കാൻ വേണ്ടി പൊതിച്ചോറ് ആയിട്ടൊരു ഷിപ്പിൽ അവിടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇറാനിക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം അവർക്ക് ഭക്ഷണം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല, യുദ്ധമുഖത്ത് നിൽക്കണം പട്ടാളക്കാർക്ക് എന്നുള്ളതുകൊണ്ടാണ്. എന്തായിരുന്നാലും ഇവർ എന്താ നിൽക്കണം എന്നുള്ളത് നമുക്കറിയില്ല, എവിടെയാണ് നിൽക്കണം എന്നുള്ളത്. ഈ ചെങ്ങൈമാർക്ക് ഏത് കാലത്ത് അന്തം ഉണ്ടാകാന്ന് വെച്ചറിയില്ല. ഇവരെ വർത്തമാനം കേട്ടുകൊണ്ടാണ് മറ്റുള്ള അവിടെ തീരുമാനം എടുക്കണം എന്നുള്ള മാതിരിയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുന്നത് കാടത്തമാണ്, മറ്റൊരു ചെയ്യുന്നത് കാടത്താണ്. ഇറാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെ കാട്ടുന്നത് എനിക്കറിയില്ല. പ്രീണനാണ്, വോട്ട് പ്രീണനാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് സുന്നി മുസ്ലിങ്ങളെല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് മക്കയിലെ ഖീഫ പള്ളിയുടെ മുമ്പിൽ 1987 അക്രമം നടത്തിയവരാണ് ഈ ആയത്തുള്ള ഖൊമൈനിയുടെ ഈ ടീം. പരിശുദ്ധമായൊരു മണ്ണിൽ രക്തം ചിന്തിയവരാണ്. ആലോചിച്ച് നോക്കൂ. ലോക മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്. ഹജ്ജ് കർമ്മത്തിന് പോകുന്ന തീർത്ഥാടകരെയാണ് കൊന്നൊടുക്കിയത്. 87 നടന്നതാണ്. മക്കയിലെ ഷിയ അക്രമം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അപ്പം കിട്ടും ഡീറ്റെയിൽ. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഫ്രഞ്ച് സൈനികർ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്ത നാടാണ്. ഇപ്പം ജിദ്ദയിലോ റിയാദിലും ഇവിടെയൊക്കെ പോണ മാതിരിയല്ല, ബാക്കിയുള്ളടത്തൊന്നും പോണ മാതിരിയല്ല. മക്കയിലും മദീനയിലും എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്ത പ്രദേശമാണ്. അവിടേക്ക് പിന്നെ അവർ വിശുദ്ധ കേന്ദ്രങ്ങളിലേക്ക് അവിടെ ഫ്രഞ്ച് സൈനികർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മതം മാറിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു തൽക്കാലത്തേക്ക്. അങ്ങനെ മതം മാറ്റൽ ചടങ്ങിന് ശേഷമാണ് കമാൻഡോകൾ അകത്തേക്ക് കയറിയാണ്ട് വില ശരിയാക്കണം. US കമാൻഡോകൾ ഉണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. അങ്ങനെയുള്ള നാടാണ്. അപ്പോൾ അതാണ് ഈ പിന്നെ ഇറാനും ആയത്തുള്ള ഖൊമൈനിയും ആക്രമിക്കുന്ന ആരൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ സ്റ്റോറിയിൽ പറഞ്ഞു. ദുബായിനെ ആക്രമിക്കുക, സൗദി അറേബ്യനെ ആക്രമിക്കുക, അവിടെ കൊണ്ട് മിസൈൽ ഇടുക, ഷെല്ലിടുക, ഊതികളെ കൊണ്ട്, ഇതാണ്
ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മത വിശ്വാസികൾ സുന്നി വിശ്വാസികളാണ്. ഓലതിന് കിട്ടൂല. അപ്പോൾ ഇവരിപ്പോൾ പിന്നെ ഇയാളെ അനുനയിപ്പിക്കാൻ വേണ്ടി ആളെ വിട്ടുകളെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ആര്? ബെഞ്ചമിൻ നെതന്യാഹു പിന്നെ ഇന്ത്യയിലെ ഇസ്രായേലിന്റെ സ്ഥാനപതിയോട്, അംബാസഡറാണോ ഹൈക്കമ്മീഷണറാണോ എന്താണോ പോസ്റ്റിന് പറയുന്നത് എനിക്കറിയില്ല, അവരോട് ബേബിന്റെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് 3 വട്ടത്തെ ബേബിനെ വിളിച്ചുകൊണ്ട് ബേബി ഫോൺ എടുത്തിട്ടില്ല. ബേബി ഭയങ്കര കലിപ്പിലാണ്, ദേഷ്യത്തിലാണ്. ട്രംപാണ് അയാൾ എടുക്കൂലെന്നാണ് പറഞ്ഞത്. എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് PV കൂടി തീരുമാനിക്കുന്നുള്ളത് പറഞ്ഞാന്നാണ് പറഞ്ഞത്. മൂപ്പര് നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല, മൂപ്പരെ സ്റ്റാഫിനെയാണ് വിളിച്ച് കിട്ടിയത്. അപ്പോൾ അവരോട് പറഞ്ഞു, അങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ ട്രംപ് ആകെ പിന്നെ ഇനി ഉറക്കണ്ടാവില്ല, ആകെ പിടിച്ചിക്കുക. പിന്നെ ട്രംപിന്റെ മധ്യസ്ഥ ശ്രമം നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ബേബിനെ അനുനയിപ്പിക്കാനും പിണറായി വിജയനെ അനുനയിപ്പിക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. കാരണം പിണറായിനോട് വെച്ചിട്ടുള്ള ഓഫർ മയോ ക്ലിനിക്കിൽ ഇനി വരുമ്പോൾ, ചികിത്സക്ക് വരുമ്പോൾ നിങ്ങളെ പിന്നെ കഴിയുന്നു, നിങ്ങൾ സർക്കാരിന്റെ കേരളത്തിന്റെ ഖജനാവുന്ന പൈസ മുടക്കേണ്ട, അതിന്റെ പരിപൂർണമായിട്ടുള്ള ചെലവും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഫണ്ടിൽ നിന്ന് ഓരോ ഖജനാവെന്ന് മുടക്കാം. നിങ്ങൾക്ക് വരാനുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ ഇവിടുന്ന് അയച്ചുതരാം, ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് അയച്ചുതരാം. അതും പ്രസിഡന്റ് പിന്നെ സഞ്ചരിക്കുന്ന ആ നമ്പർ 1 സാധനം ഉണ്ടല്ലോ, ആ ഫ്ലൈറ്റിന് അയച്ചുതരാം. അതിൽ നിങ്ങളെ കൊണ്ടുവരാം. നിങ്ങളെ കുടുംബാംഗങ്ങളെ, നിങ്ങളെ പിന്നെ പേരക്കുട്ടികളെയും നിങ്ങളെ കുട്ടികളെയും പിന്നെ നിങ്ങളെ ചങ്ങായിമാരെയും വേണമെങ്കിൽ നിങ്ങൾ CPFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെ ഞങ്ങൾ ഔദ്യോഗിക പിന്നെ ക്ഷണിതാക്കളായി, ഔദ്യോഗിക അതിഥികളായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ വന്നുകൊണ്ട് നിങ്ങളെ നേരിട്ട് സ്വീകരിക്കുകയും നിങ്ങൾക്ക് ഗാർഡ് ഓഫർ തരികയും ചെയ്യാന്നൊക്കെ ഉള്ള ഓഫർ വെച്ചിരിക്കണം. വലിയ വലിയ ഓഫർ വെച്ചിരിക്കണേ. കാരണം ഇവരെ അനുനയിപ്പിക്കണമല്ലോ, മറ്റുള്ളവർക്ക് പേടിയേക്കണേ. കടന്നു നോക്കാൻ പറ്റുക. അതുമല്ല, ഈ PJ ആർമിയും റെഡ് വോളണ്ടിയേഴ്സും കൂടി അവിടെ പോയി കഴിഞ്ഞാൽ ചിത്രം മാറും. കാരണം ഓരോരുത്തർ നാടൻ ബോംബുണ്ട്, മലപ്പുറക്കത്തിണ്ട്, മറ്റൊരിടത്ത് ഈ മിസൈലും ഷെല്ലും മറ്റേ സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇവര് നാടൻ ബോംബുണ്ട്, നാടൻ ബോംബ് ഉണ്ടാക്കണതിൽ വിദഗ്ധന്മാരാണ്. അതുമല്ല, മരിക്കണതിൽ യാതൊരു ഭയമില്ലാത്ത ടീമാണ്. നാടൻ ബോംബ് ഉണ്ടാക്കുമ്പോൾ തന്നെ സ്വന്തം കയ്യിലിരുന്നാണ്ട് പൊട്ടിക്കാണ്ട് പറയണ ചത്തു വയ്ക്കണേ. അപ്പം അത്യാവശ്യം ടീമാണ് വരുന്നത്. മരണത്തെ ഭയമില്ലാത്ത ധീര പോരാളികളാണ് ചെല്ലുന്നത്. പിന്നെ മറ്റുള്ള പൊതിച്ചോറും കൂടി നടത്തി കഴിഞ്ഞാൽ ഇറാനിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ പട്ടാളക്കാർക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല, കഞ്ഞി കുടിച്ചിരിക്കുക. അതിലാണ് ഇപ്പോൾ പൊതിച്ചോറ്, അതിൽ ബീഫും പോർക്കും എല്ലാ സാധനവും ഉണ്ടാവും. അപ്പോൾ ഓരോ ആരോഗ്യം വർദ്ധിക്കും. അപ്പോൾ അവർക്ക് പോരാടാനുള്ള നല്ല ഉഷിരുണ്ടാവും. എവിടെയാണ് ഈ ചെങ്ങായിമാർ നിൽക്കുന്നത്? തിരക്കിട്ട കൂടിയാലോചന നടക്കേണ്ടതെന്നാണ് കേൾക്കുന്നത് ഇപ്പോൾ ട്രംപും നെതന്യാഹുവും ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ. അത് മാത്രമല്ല, പുട്ടിനെയൊക്കെ വിളിച്ചിട്ട്, കാരണം ട്രംപിൻ്റെ അടുത്ത ചങ്ങായിയാണല്ലോ പുട്ടിനെയൊക്കെ വിളിച്ചിട്ടും അതേപോലെ പലരെ കൊണ്ടും ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അവർ വഴങ്ങിയിട്ടില്ല. ഇത് വന്നാണ്ട് ഇവർ നേരം തട്ടി മറ്റേ ഇയാളടുത്ത് പോയി. പത്രക്കാർ ഇതിനെപ്പറ്റി നരേന്ദ്രമോദിനോട് ചോദിച്ചെന്നാണ് കേൾക്കുന്നത്. ദില്ലി റിപ്പോർട്ടർ പിന്നെ ദില്ലി ലേഖനം റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് പത്രക്കാർ നരേന്ദ്രമോദിനോട് ഇതിനെപ്പറ്റി ചോദിച്ചു. ഇങ്ങനെ പിന്നെ ബേബി അടുത്ത നിലപാടിക്ക് പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബേബി കുച്ച് സ്ട്രോങ് മേ കുച്ച് ബതായ ഹേ, ആപ്ക ഒപ്പീനിയൻ ക്യാ ഹേ എന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു ക്യാ പോല. അപ്പോൾ പറഞ്ഞു, പിന്നെ പത്രക്കാർ പറഞ്ഞു നയ്യേ ഇസ്രായേൽ കോ ബാൻ കർനെ കെ ലിയെ ബോലാ ഹേ, ആപ് സുനാ നയ്യേ. ഇയാൾ ബേബി എന്ന് കേട്ടപ്പോൾ എന്താ കരുതുന്നത്? നമ്മൾ ബേബി ബോയ് ബേബി ഗേൾ എന്നൊക്കെ പറയില്ലേ, ചെറിയ കുട്ടികളെയാണല്ലോ ബേബി എന്ന് പറയാം. ഇയാൾക്ക് പേരാന്നുള്ള അറിയില്ല, ഇയാൾക്ക് ബേബി ആരാന്ന് അറിയില്ല മോദിജിക്ക്. അപ്പോൾ മോദി എന്തട്ടി? കാരണം മൂപ്പര് ദേശാഭിമാനി വായിക്കലില്ലല്ലോ, പീപ്പിൾസ് ഡെമോക്രസി വായിക്കലില്ല. അപ്പോൾ മൂപ്പര് എന്തട്ടി പിന്നെ ബേബി പറഞ്ഞപ്പോൾ ബേബിനെ അറിയില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞ വെച്ചായനാ ചോർത്തോ വെച്ചാലോ കൈസ കുച്ച് ബോലേക. കുട്ടികളല്ലേ, അത് കാര്യമാക്കണ്ട, അത് കുട്ടികളൊക്കെ പലതും പറയാം, അത് നോക്കണ്ട. അപ്പോൾ ഏതോ കുട്ടി പറഞ്ഞു എന്നാണ് ഇയാൾ കരുതിയത്. അങ്ങനെയല്ല. അപ്പോൾ പത്രക്കാർ പറഞ്ഞു ഐസാ നെയ്യേ, അങ്ങനെയല്ല, ഓ CPM കാ സെക്രട്ടറിയേ. അപ്പോൾ ഇയാൾ ചോദിച്ചു CPM ക്യാ കുച്ച് കാനേ കാ ചീസേ? അത് CPMന്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് അത് തിന്നണ വല്ല സാധനമാണോ? കാരണം CPM എന്നുള്ളത് പുള്ളിക്ക് ഓർമ്മയിട്ടില്ല. കാരണം ഇപ്പോൾ CPMനെ കുറിച്ച് അധികം ചർച്ച നടക്കുന്നില്ലല്ലോ. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ത്രിപുരയിലും പോയി, പിന്നെ ബംഗാളിലും പോയി ഒക്കെ പോയി. മൂപ്പര് പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ സാധനമില്ല. പാർലമെന്റിൽ ആരോ 1-2 ആൾക്കാരുണ്ട്, അതൊന്നും മൂപ്പര് ശ്രദ്ധിക്കലില്ല. അപ്പോൾ അയാൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞ് തിന്നണ സാധനമാണ് കരുതി. അപ്പോൾ ഇയാൾ പറഞ്ഞല്ല, പിന്നെ കേരളം ഭരിക്കുന്ന പാർട്ടിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ് MA ബേബി എന്ന് പറഞ്ഞു. മുझे मालूम नहीं है, मैं सुना नहीं है, मैं देखेगा क्या है देखेगा എന്ന് പറഞ്ഞു. കാരണം ഇയാൾക്ക് അറിയാനില്ല ബേബിനെ. അതേസമയം നിർഭൻ ചക്രവർത്തിനെയും മണിക് സർക്കാരിനെയും ജ്യോതി ബസുവിനെയും EMSനെയും അർഹിഷൻ സിംഗ് സുഹൃത്തിനെയും ഒക്കെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അറിയായിരുന്നു. ഈ ചെങ്ങൈനെന്ന് ആരും അറിയില്ലെന്നേ ഇപ്പോൾ ഉടത്തരം പറഞ്ഞു നടക്കുന്ന സാധനം. അങ്ങനെ ഇതാണ് സ്ഥിതി. അപ്പം ഇത് ഇനിയിപ്പം മാത്രമല്ല, അപ്പം മൂപ്പരെ കൺസേൺ ഇതാണ് പിണറായി വിജയന്റെ കാര്യത്തിലാണ്. പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇയാൾ വെച്ചു അപ്പന കാരണഭൂതൻ
മേരാ ബായിയെ എന്ന് പറഞ്ഞു. പിന്നെ കാരണഭൂതൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്താ കരുതി പറയും, ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാജി എന്ന് വിളിക്കണ മാതിരി പുള്ളിയുടെ ഓമന പേരാണ് കാരണഭൂതൻ എന്ന് എഴുതിയിരിക്കുക. അത് ആൾക്കാർ ട്രോളാൻ വേണ്ടി വിളിക്കണതാണ്. മൂപ്പരൻ്റെ സ്വയം ഉണ്ടാക്കിയ മെറ്റീരിയലുമാണത് സാധനം. മെഗാ തിരുവാതിര നടത്തിയപ്പോൾ അത് ഇയാൾക്കറിയില്ല നരേന്ദ്രമോദിക്ക്. നരേന്ദ്രമോദി കരുതിയ വാത്സല്യപൂർവ്വമാണ് കാരണഭൂതൻ എന്നാണ്, സ്നേഹപൂർവ്വമാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു ഓ ഉസ്കോ കുച്ച് പ്രോബ്ലം ഹേ സുനാ ഹേ, ഉസ്കോ ഹാർട്ട് കോ കുച്ച് കംപ്ലൈൻറ്റ് ഹേ സുനാ ഹേ എന്ന് പറഞ്ഞു. അയാൾക്ക് ഹൃദയത്തിന് എന്തോ തകരാറുണ്ടെന്ന് കേട്ടല്ലോ, അതെന്താന്ന് ചോദിച്ചാൽ പത്രക്കാർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല. നയ്യേ നയ്യേ ഉസ്കോ ഡബിൾ ഹാർട്ട് ഹേ, മേ സുനാ ഉസ്കോ ട്രീറ്റ്മെൻറ്റ് അച്ഛാ സെ കർണേക്ക് മേ ഹെൽപ്പ് കരേക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഇയാൾക്ക് ഈ ഇരട്ടച്ചങ്കൻ എന്നുള്ള സാധനം വന്നപ്പോൾ അതിനെ ആരോ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഡബിൾ ഹാർട്ടാണെന്നുള്ളത് അയക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം പുള്ളി കരുതി എന്താ അറിയുമോ, നമുക്കിപ്പോൾ ഈ ചില കുട്ടികൾ ജനിക്കുമ്പോൾ രണ്ട് തലയിട്ടൊക്കെ ജനിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അത് മനുഷ്യന്മാരുടെ മാത്രമല്ല മൃഗങ്ങളുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് രണ്ട് തലയുള്ളത്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ സയാമീസ് ഇരട്ടകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ വൈകല്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നു പോകുന്നതാണ്. അപ്പം പുള്ളിക്ക് എന്താ അസുഖമാണ്, ട്യൂമർ പോലെ വേറെ ഹൃദയം കൂടി അവിടെ ഉണ്ടായി അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ വേണം എന്നൊക്കെ ഉള്ളതാണ് മൂപ്പര് മനസ്സിലാക്കിയത്. അതിൻ്റെ പത്രക്കാരെ വിശദീകരിച്ച് കൊടുത്ത് അങ്ങനെ നല്ല എന്നുള്ളത്. മേ ഉസ്കോ ഫോൺ കരേക കുച്ച് പ്രോബ്ലം നെയ്യേ എന്ന് പറഞ്ഞു, ഉസ്കോ ഫോൺ കരേക. അപ്പം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പ് ഓല് തമ്മിൽ ബായി ആണല്ലോ, ഓ മരാ പിന്നെ ബായി എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരനാണെന്നാണ് പറഞ്ഞത്. കാരണം സഹോദരന്മാർ തന്നെയാണ്. കാരണം ഇയാൾ ഒരുവട്ടം പിന്നെ കാരണഭൂതനെ അവിടെ വിളിച്ചപ്പോൾ ഇയാളെ സ്റ്റാഫിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഡയറക്റ്റ് ആക്സസ് ഒന്നും കിട്ടിയില്ല. അത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പിന്നെ മേ അഭി ബഹുത് മുഷ്കിൽ മേ ഹേ, മേരാ ബേട്ടി റോത്ത ഹേ, ഓ सोया भी नहीं है, उसको नील नहीं आता है, हम लोग फैमिली में बहुत टेंशन में है. കാര്യം എൻ്റെ മോള് ഉറക്കില്ല, ഞങ്ങൾക്ക് ആർക്കും ഉറക്കം വരുന്നില്ല, ഞങ്ങൾ അവളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൾ വലിയ ടെൻഷനിലാണ്, ഉസ്കോ ജയിൽമേ മത്താലോ, ഉസ്കോ അവളെ ജയിലിലിടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചി പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു മേ ദേക്കുങ്ക മുജെ എക് ചീസ് ചാഹിയേ എന്ന് പറഞ്ഞു. ഞാൻ നോക്കാം, എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചു ഇയാൾ. അപ്പോൾ പറഞ്ഞു തൃശ്ശൂർ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി हमको देने के हमको चाहिए और तुम देने के तुम എന്താ പറഞ്ഞേ, ആപ്ന്ന് പോലും പറഞ്ഞില്ല, താങ്കൾ പോലും പറഞ്ഞില്ല, നീ അത് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ബൈ ഒക്കെ ആണെങ്കിലും വർത്തമാനം പറഞ്ഞപ്പോൾ ഷാർപ്പായിട്ട് പറഞ്ഞു. അപ്പം കാരണഭൂതൻ ചോദിച്ചു തൃശ്ശൂർ दिएगा उसके लिए मैं कुछ भी करेगा आपके लिए, तृश्शूर दिएगा, मेरा लड़की को जेल में मत डालो, मैं तृश्शूर दिएगा और आपको തിരുവനന്തപുരം चाहिए तो वो भी दिएगा എന്ന് പറഞ്ഞു. എൻ്റെ മകളെ ജയിലിലിട്ടായിരുന്നാൽ മതി, തൃശ്ശൂർ ഞാൻ തരാം, പിന്നെ വേണമെങ്കിൽ തിരുവനന്തപുരം വേണമെങ്കിൽ അതും കൂടി ഞാൻ തരാം, എന്ത് വേണമെങ്കിലും തരാം, എൻ്റെ കുട്ടീനെ ജയിലിലിടാവുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു തിരുവനന്തപുരം ട്രിവാൻഡ്രം അഭി നഹീ चाहिए और तृश्शूर दिएगा तो अभी 5 साल तुमको हम केरला दिएगा, हमको एक फेवर वापस चाहिए, 2031 में हमको केरला चाहिए, अभी तुमको केरला अगर 5 साल के लिए दिएगा. അടുത്ത ഞങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം വേണ്ട, ഞങ്ങൾക്കിപ്പോൾ തൃശ്ശൂർ മാത്രം മതി, പകരം ഞങ്ങൾ ഇപ്രാവശ്യം 5 കൊല്ലത്തേക്ക് കൂടി നമുക്ക് കേരളം തീരെ എഴുതി തരാം, നീ ഒരു കാര്യം ചെയ്താൽ മതി, 5 കൊല്ലം കഴിയുമ്പോൾ കേരളം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തരണം, അതിനുള്ള പണിയെടുക്കുക, തിരുവനന്തപുരം ഞങ്ങൾക്ക് പിന്നെ 2029 മതി, ഇപ്പം വേണ്ട, ഇപ്പം അർജന്റ് ഒന്നുമില്ല, ഞങ്ങൾക്ക് മെല്ലെ ഇങ്ങനെ പയ്യെ തിന്നാൽ പനയും തിന്നാന്നുള്ളതാണ് ഓല പോളിസി. അത് പറഞ്ഞു. അപ്പോൾ ഇയാൾ കാരണഭൂതം പറഞ്ഞ് ആപ്കോ കേരളം ഫുൾ ദിയേഗ, 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആപ്കോ ദിയേഗ, 140 മണ്ഡലങ്ങളിലും 2031 ഞങ്ങൾ വിജയിപ്പിച്ച് തരാം. 5 കൊല്ലം കൂടി തരികയാണെങ്കിൽ അതിനുള്ള പണിയെടുത്തോളാം. കാരണം 5 കൊല്ലം കൂടി ഭരിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഈ 2 സ്ഥാനത്തിന് ഇല്ലാതാക്കാം, ഏത് CPM-ന് ഇല്ലാതാക്കാം, കോൺഗ്രസിന് ഇല്ലാതാക്കാം എന്നുള്ള കരാറായിട്ട് എടുക്കുക. പിന്നെയുള്ള രസമുള്ള കാര്യം എന്ന് വെച്ചാൽ 3/4 ചാനലിലെ ചർച്ചയാണ്. 3/4 ചാനലിൽ മരണകൂട്ടത്തെ വരും കൂട്ടക്കരച്ചിലാണ്. ഇന്ന് അടുപ്പൂട്ടി ചർച്ചയിൽ നമ്മളെ ദാവൂദിൻ്റെ നേതൃത്വത്തിൽ ദാവൂദും ഉണ്ടായിരുന്നു, വേറെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ നമ്മളെ റാവുത്തറും ഉണ്ടായിരുന്നു. ഇവരിരുന്നുകാണ്ട് ഇതുവരെ എന്ന് വെച്ചാൽ വീരവാദങ്ങൾ എന്ന് പറയുക. ഇപ്പം എന്താ വെച്ചാൽ ഇവർ ഇറാൻ കഴിഞ്ഞു, ഇറാന് ശേഷിയില്ല, മറ്റവരെ അങ്ങനെയാണ്, മറ്റവരെ മൊസാദ് ഇങ്ങനെ വലിയ ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഏജൻസിയാണ്, ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഫാക്റ്റൊക്കെയാണ് പറയുന്നത്. ഈ ഫാക്റ്റ് പറയുമ്പോഴും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് മിത്രങ്ങൾ എന്തിനാണ് സന്തോഷിക്കണമെന്ന് അറിയില്ല, ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണറാണ് ഇറാൻ എന്നാണ്. എവിടെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ സംഘർഷം ഉണ്ടായപ്പോൾ ഇറാൻ നിരുപാധികമായി പിന്തുണ നൽകിയ, പരസ്യമായി പ്രഖ്യാപിച്ച ഏക രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആരാ ഇന്ത്യയുടെ പിന്നെ യഥാർത്ഥമായ സ്ട്രാറ്റജിക്കൽ പാർട്ട്ണർ? ഇച്ചങ്ങനെ അവിടെ കിടന്നിങ്ങനെ ഗതിയിട്ടിട്ടേ ആകെ പിന്നെ മരണവിട്ടത്തെ അവസ്ഥയാണ്, കൂട്ടക്കരച്ചിലാണ് ഐറ്റങ്ങൾക്ക്. കേരളത്തിൽ അൽ ജസീറയാണല്ലോ 3/4 ചാനല്. പച്ച നുണ മാത്രം പറയുക, നാട്ടുകാരെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും തമ്മിൽ വിഘടിപ്പിക്കുക.
ഓർക്ക് ഏറ്റവും വലിയ ശത്രുക്കൾ സുന്നികളാണ്. ഇത് പാവപ്പെട്ട സുന്നിയൊക്കെ ബോധമില്ലാന്നേ. അതുകൊണ്ടാണ് താലിബാൻ വിസ്മയം എന്ന് പറഞ്ഞാണ്ട് താലിബാൻ രണ്ടാമത് അഫ്ഗാനിൽ വന്നപ്പോൾ പിന്നെ ഓല പത്രത്തിന്റെ തലക്കെട്ടായിരുന്നു താലിബാൻ വിസ്മയം. എന്ത് വിസ്മയം? എത്രയെങ്ങയോടെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന പിന്നെ പെൺകുട്ടിയൊക്കെ സ്കൂളിൽ പോകാൻ പറ്റൂല. സ്കൂളിൽ വിലക്കാം, സ്കൂളിൽ പോകാൻ പാടില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും അങ്ങാടി പോകാൻ പറ്റില്ല. സിനിമ തിയേറ്ററില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, ഒരു പഠിക്കാൻ പാടില്ല. വെറും പിന്നെ പ്രസവിക്കാനുള്ള ഉപകരണമായിട്ട് അവിടെ നിൽക്കണം. ജോലിക്ക് പോകാൻ പാടില്ല സ്ത്രീകൾക്ക്. നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് എറണാകുളത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ജോലി ചെയ്യുമ്പം ഈ ജോലി ചെയ്യുന്ന യുവതികൾ ഓരെല്ലാവരും കൂടി വീക്കെൻഡിൽ ഒരുമിച്ച് സിനിമയ്ക്ക് പോകും. അവിടെ സിനിമ തന്നെ ഇല്ല, ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല. അതാണ് വിസ്മയെ. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ കാര്യങ്ങൾ പിന്നെ ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക്. കാരണം ഇവിടുന്ന് റെഡ് വളണ്ടിയേഴ്സും PJ ആർമിയും കൂടിയാണ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഥ. പിന്നെ ഇസ്രായേൽ തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നേരെ ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും ആക്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഷിപ്പ് അവിടെ വിടുക, ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റ് അങ്ങോട്ട് പോകുക, കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രംപും തീർന്നു, അമേരിക്കയും കഴിഞ്ഞു. എന്തായിരുന്നാലും ആശങ്കയിലേക്കാണ് പോകുന്നത്. 3ാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതയാണ് CPM-ന്റെ ഇടപെടൽ. എന്തായാലും CPM-ന്റെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് പിണറായി വിജയന്റെയും ബേബിയുടെയും അഭിപ്രായത്തിന് കമ്മിറ്റിക്കകത്ത് മുൻതൂക്കം കിട്ടിയാൽ കടുത്ത നടപടികളിലേക്ക് പോവുകയും ലോകം കണ്ട അതിസങ്കീർണമായ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അതോടൊപ്പം വിവിധ പുടിനും പിന്നെ ചൈനീസ് പ്രസിഡന്റ്, തുർക്കിയുടെ ഭരണാധികാരി, അങ്ങനെയുള്ള ഒരുപാട് വസത് ഉൾപ്പെടെയുള്ള എല്ലാവരും പിന്നെ ബേബിയും പിണറായിയും എന്ത് പറയണു, എന്ത് തീരുമാനിക്കണു, എന്ത് പറയണു എന്നുള്ള അവരുടെ ആജ്ഞയ്ക്ക്, അവരുടെ കൽപ്പനയ്ക്ക് കാതോർത്തിക്കുകയാണ്. ഇവർ പറഞ്ഞാൽ പിന്നെ അവരൊക്കെ കേൾക്കും. എല്ലാവരും കൊണ്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അപ്പം എന്തായാലും ഇസ്രായേലിനും അമേരിക്കക്കും അഡ്വാൻസ് ആയിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ബേബി സഖാവിനും പിണറായി വിജയൻ, ബേബി സഖാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേബി സഖാവിനെ ഇപ്പം ഞാൻ മറ്റുള്ള ബാക്കിയുള്ള ട്രോളോ തമാശ പരിപാടികളൊന്നും കാണില്ല. ബേബി സഖാൻ പിന്നെ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ബേബി സഖാവിൻ്റെ ഈ പത്രക്കാർക്ക് കൊടുക്കുന്ന വൈറ്റും അല്ലെങ്കിൽ പിന്നെ ഗോവിന്ദമാഷ വൈറ്റും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചിരിക്കാം, ഉള്ളു തുറന്ന് ചിരിക്കാം, സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാം, നമ്മളെല്ലാ ടെൻഷനും മാറും, സമാധാനത്തോടെ ഇരിക്കും. അങ്ങനെ പിന്നെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പണ്ട് 1-2 പേരിങ്ങനെ സെലൻസ്കി പിന്നെ അത്തരം TV ഷോകളിലൂടെയാണ് യുക്രൈൻ്റെ പ്രസിഡന്റ് ആയത്. ഞാൻ പറഞ്ഞത് അത്രയും നന്നായി തമാശ, അതും ചിരിക്കാതെ തമാശ പറയാൻ കഴിയുന്ന ഒരു വല്ലാത്ത വൈഭവം ശേഷി ഉള്ള ആൾക്കാരാണ് ഗോവിന്ദമാഷും MAVV ഒക്കെ. ഗോവിന്ദമാഷ് പിന്നെയും ചിരിക്കും. എൻ്റെ മുമ്പിൽ നിൽക്കണം നിങ്ങളല്ല, നിങ്ങളെ മുമ്പിൽ നിൽക്കണം ഞാനല്ല എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ചിരിച്ചുകാണ്ട് പറയും മുപ്പര്. അതിനുള്ള മുപ്പര് തമാശ പറയുമ്പോൾ മുപ്പര് എന്നെ അറിയാതെ ചിരിച്ചു. പക്ഷേ ബേബി തമാശ പറയുമ്പോൾ അറിയാതെ പോലും ചിരിക്കില്ല, ഒരു ഇതും ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞ മാതിരി അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുൻകൂട്ടിയുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. പിന്നെ വരാം. ശുഭരാത്രി.